എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ആണ് ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നോ അപ്പോൾ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതായിരിക്കും. പിന്നെ ഇത് ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവില്ല. നിങ്ങളുടേതായ മെസ്സേജസ് ഉണ്ടെങ്കിൽ എടുക്കാം. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ ഇത് വാട്സാപ്പ് നമ്പറാണ്. ഇതിലൊരു മെസ്സേജ് അയക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്തും കൂടെ തരണം. പേഴ്സണൽ റീഡിങ്ങിന് ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. പേഴ്സണൽ റീഡിങ് തരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയിലേക്ക് പോകാം. യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്. യൂണിവേഴ്സിറ്റി പേഴ്സണൽ കറണ്ട് ഫീലിങ്സ് ആണ്. എൻ്റെ യൂണിവേഴ്സിറ്റി പേഴ്സണൽ കറണ്ട് ഫീലിങ്സ്. അപ്പോൾ കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വ്യക്തിക്ക് മൃഗങ്ങളോടൊക്കെ നല്ല സ്നേഹമുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. നല്ല ധൈര്യശാലിയാണ്. കുറച്ച് ഈഗോ ഒക്കെ ഉള്ള ഒരാളാണെന്നാണ് പറയണത്. ഈശ്വരാനുഗ്രഹമൊക്കെ നല്ല രീതിയിലുള്ള ആളാണ്. ധൈര്യം ഉള്ളത് കൊണ്ട് തന്നെ എത്ര വലിയ പ്രോബ്ലംസ് ഒക്കെ തരണം ചെയ്യാൻ സാധിക്കും എന്നാണ് പറയണത്. ഇത്തിരി ജെന്റിലായിട്ടുള്ള ഒരാളാണ് എന്നാണ് പറയണത്. പിന്നെ 3 ഓഫ് പെന്റക്കിൾസ് വന്നിന്. 3 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഈ ജോലിയിലും ബിസിനസ്സിലും ഒക്കെ വളരെ വൈദഗ്ധ്യം ഉള്ള ഒരാളാണെന്നാണ് പറയുന്നത്. ജോലിയോട് വളരെ ആത്മാർത്ഥത ഉള്ളവരാണെന്നാണ് പറയുന്നത്. കുറച്ച് കലാപരമായിട്ടുള്ള കുറച്ച് കഴിവുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ കഴിവിലൂടെ നിങ്ങൾ പ്രശസ്തരാകും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് അംഗീകാരമൊക്കെ നേടിത്തരും എന്ന് പറയണത്. നിങ്ങളുടെ വിജയം നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. നിങ്ങളുടെ പ്രോജക്റ്റിനൊക്കെ നിങ്ങൾക്ക് ലാഭം നേടിത്തരും എന്ന് പറയണത്. നിങ്ങളുടെ ലാഭം നിങ്ങൾ നിലനിൽക്കാൻ കൂടുതൽ പ്രയത്നിക്കണം. കലാപരമായി നിങ്ങൾക്ക് അംഗീകാരം, പ്രശസ്തിയൊക്കെ ലഭിക്കാൻ പോകുന്നെന്നാണ് പറയണത് നിങ്ങളുടെ വ്യക്തിക്ക്. പിന്നെ വന്നത് പേജ് ഓഫ് വാണ്ട് വന്നിരിക്കണത് ആണ്. അത് കത്തിലൂടെയോ ഫോണിലൂടെയൊക്കെ നിങ്ങളെ വിളിക്കാനായിട്ട് ഒരു സാധ്യതയുണ്ട് കേട്ടോ. വളരെ ജോലിയിലൊക്കെ ഒരു അസംതൃപ്തി, അസ്വസ്ഥതയൊക്കെയാണ് നിങ്ങളുടെ ആൾക്ക്. നല്ല മാറ്റമൊക്കെ ഉണ്ടാവും എന്ന് പറയണ. കുട്ടികൾ ഉണ്ടാവാതിരുന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞ. ശുഭാപ്തി വിശ്വാസം, സന്തോഷം ഇതൊക്കെ ഉണ്ടെന്നാണ് പറയണത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കണമെന്നും ചിന്തിക്കില്ല. മനസ്സ് പറയണതനുസരിച്ച് പിന്തുടരുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് പറയണത്.
ജീവിക്കുക, സ്വന്തം മനസ്സ് പറയുന്നതനുസരിച്ച് ജീവിക്കുക, സ്വന്തം കഴിവുകൾ കണ്ടെത്തുക, സ്വന്തം കഴിവിനെയൊക്കെ വളർത്തിയെടുക്കുക. പിന്നെ ഏസ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളാണ് പറയുന്നത്. ചില സംഘടനകൾ പറയുന്നു നിങ്ങൾ ആളുടെ ബുദ്ധി, ആശയവിനിമയ കഴിവുകളൊക്കെ, മാനസികാവസ്ഥയൊക്കെ പരീക്ഷിക്കുന്ന ഒരു പുതിയൊരു ഉദ്യമം ആരംഭിക്കാനുള്ള ഒരു സമയമാണെന്നാണ് പറയുന്നത്. പുതിയ കോഴ്സിൽ പഠിക്കാനുള്ള ഒരു പുതിയ കോഴ്സിൽ ചേരാൻ എന്തൊക്കെ സമയമാണ്, പുതിയ എന്തെങ്കിലുമൊക്കെ ആരംഭിക്കാൻ പോകുന്നു എന്ന് പറയണം. റിലേഷൻഷിപ്പിലെ പുതിയൊരു ഒരു ബന്ധത്തിന്റെ തുടക്കം പറയുന്നു. നിലവിലുള്ള ബന്ധം വളരെ ദൃഢമാവാൻ പോകണമെന്ന് പറയണം. ഇപ്പൊ നിങ്ങളായിട്ട് നിങ്ങളുടെ ബന്ധം വളരെ ദൃഢമാവാൻ പോകണമെന്നാണ്, അല്ലെങ്കിൽ നല്ല സ്നേഹം ഉണ്ടാവാൻ പറഞ്ഞ, അടുപ്പം ഉണ്ടാവാൻ പോകണമെന്നാണ്. പുതിയ ആശയങ്ങളെ, പുതിയ തുടക്കങ്ങളെ, പുതിയ പദ്ധതികളെ, മുന്നേറ്റങ്ങളെ, ബുദ്ധിപരമായ കഴിവ്, ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെ ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. അത് വെറുതെ ഇങ്ങനെ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു കുട്ടിത്വമുള്ള ഒരു സ്വഭാവമാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക്. എത്ര എഫർട്ട് എടുത്താലും അതിനുള്ള ഫലം കിട്ടുന്നതാണ്. നല്ല എഫർട്ട് എടുത്ത് നല്ല ഫലം കിട്ടും, ചീത്ത എഫർട്ട് എടുത്ത് ചീത്ത ഫലം കിട്ടും. നിങ്ങളെ ബാക്കിൽ നിന്ന് ആരെന്ത് പറയുന്നുണ്ടെങ്കിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ പോവാണ്. ആരെന്ത് പറഞ്ഞാലും അനുസരിക്കാത്തൊരു പ്രകൃതാണ്. ഒരു സെൽഫായിട്ടുള്ള ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. പുറമേ നിന്ന് ആരെന്ത് പറഞ്ഞാലും ഒന്നും ശ്രദ്ധിക്കില്ല, സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയ പോലെ അങ്ങ് നടക്കാണ്. ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടെന്നാണ് പറയണത്. ആരും അനുസരിക്കാത്ത വ്യക്തി, ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു വ്യക്തി. ബിസിനസ്സിലൊക്കെ നല്ലവണ്ണം ശ്രദ്ധിച്ച് പഠിച്ച് മറ്റുള്ളവരുമായിട്ടൊക്കെ ആലോചിച്ച് ചെയ്യണം എന്ന് പറയുന്നത്. ഒരു ചേഞ്ച് വരുന്നു എന്ന് പറയുന്നുണ്ട്, ഒരു പുതിയ തുടക്കം വരുന്നു എന്ന് പറയുന്നത്. പിന്നെ ടവറാണ് വന്നിരുന്നത്. ലൈഫിൽ ഒരു പുതിയൊരു ചേഞ്ച് വരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തോ ഒന്ന് ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഒരു ആക്സിഡന്റോ ഒരു ഡാമേജോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തോന്നൊന്ന് വരുന്നുണ്ടെന്ന് പറയണം നിങ്ങളുടെ ആളുടെ ലൈഫില്. ഒരു പഴയ കാലത്തിൽ നിന്നും അവരുടേതായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. അവരുടെ വാല്യൂ മനസ്സിലാക്കിയിട്ട് ജീവിക്കാനാണ് പറയുന്നത്. ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് പറയുന്നത്. പിന്നെ 3 of Swords വന്നത്. 3 of Swords എന്ന് പറയുമ്പോൾ ഒരുപാട് ഹൃദയവേദന, ഒരുപാട് അസ്വസ്ഥമാക്കുന്ന സമയം, വേർപിരിയല്, അങ്ങനെയൊക്കെ ഒരുപാട് ദൗർഭാഗ്യം, ദുരിതം, അങ്ങനെ കുറെ പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകണമെന്ന് തന്നെ പറയണത്. വളരെ ആഴത്തില് വേദനിപ്പിച്ചിട്ടുണ്ട്. ആ വേദന കൊണ്ട് വളരെയധികം വേദനിക്കുന്നുണ്ട്. നിങ്ങളെ ആരോ അപമാനിച്ചിട്ടുണ്ട്, നിങ്ങൾ ആരോ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു, നിങ്ങൾ വളരെയധികം അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഇപ്പൊ ഇത്തിരി അകന്നിരിക്കുകയാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് അവര് ഒരുപാട് വേദനിക്കുന്നുണ്ടെന്ന് പറയണം. നിങ്ങളുടെ അടുത്ത് മിണ്ടാതിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്ട് ആയിട്ടിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് അവര് വളരെയധികം വേദനിക്കുന്നുണ്ടെന്നാണ് പറയണത്. നിങ്ങൾ ജീവിതത്തിൽ ആരെങ്കിലും അകന്ന് പോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവരെ അധികം വേദനിക്കും. നഷ്ടമായ ബന്ധത്തിനെ ഓർത്തൊക്കെ, നിങ്ങളായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടതിലൊക്കെ അവർ ഒരുപാട് വേദനിക്കുന്നെന്നാണ് പറയുന്നത്. ലവ് റീഡിങ്ങിൽ ഒരു നല്ലതല്ല ഈ കാർഡ് വരുന്നത്. തേർഡ് പാർട്ടി ഉണ്ട് കേട്ടോ. അപ്പൊ ആ തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ മാറ്റി നിർത്തിയേക്കണത്. ആ തേർഡ് പാർട്ടി വന്നിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടില്ല. തേർഡ് പാർട്ടി വന്നതുകൊണ്ട് നിങ്ങളെ ഉപേക്ഷിച്ചു. ഹൃദയാഘാതം, സങ്കടം, കലഹം, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളാണ്. വിവാഹ ബന്ധത്തിലായാലും മറ്റൊരു വ്യക്തി ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ സ്റ്റാർ വന്നിരിക്കുന്ന അടുത്ത കാർഡ്. സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു ന്യൂ പേഴ്സണെയാണ് പറയുന്നത്. ഫ്രീ ആയിട്ടുള്ള ഒരു വ്യക്തിനെയാണ് പറയുന്നത്. ഒരു കാര്യങ്ങളെ കുറിച്ചും വേവലാതിയില്ലാതെ അങ്ങ് ഫ്രീ ആയിട്ട് നടക്കുന്ന കുറച്ച് പേർക്കൊക്കെ ഒരു വ്യക്തി, ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഫ്രീഡം ഒക്കെ പറയണം. കുറച്ച് പേർക്ക് അങ്ങനെയാണ് ഒരു ഫ്രീഡം വരാൻ പോകുന്നത്. വലിയ പ്രശ്നങ്ങൾക്ക് ശേഷമുള്ളത് ശാന്തതയെ സൂചിപ്പിക്കുന്നു. ലൈഫിൽ ഒരു വലിയ പ്രോബ്ലം നടന്നതിന് ശേഷം ഒരു ശാന്തത, അതാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. ഒരു സ്റ്റാർ ആവാൻ പോണെന്നാണ് ഇപ്പൊ പറയുന്ന. പുതിയ അവസരങ്ങൾ വരുന്നു, പുതിയ പ്രതീക്ഷയൊക്കെ ഉണ്ടാവുന്ന പറയും. ഒരു സ്റ്റാർ ആയി തിളങ്ങാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ കുറിച്ച് അമിതമായി ചിന്തിച്ചു കൊണ്ടേയിരിക്കണം എന്നാണ് പറയുന്നത്. ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈഗോ ഉള്ളൊരു വ്യക്തിയാണ്. അവർക്ക് നിങ്ങളെ കുറിച്ച് വളരെയധികം ഉത്കണ്ഠയുണ്ടെന്ന് പറയണത്. ഡീപ്പ് ലവ് ആണ്. നിങ്ങളടുത്ത് ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷെ തേർഡ് പാർട്ടി വന്നതുകൊണ്ട് ഇത്തിരി
നിങ്ങളുടെ അടുത്ത് നിന്ന് ഇത്തിരി മാറി മാറി നിൽക്കുകയാണെന്നാണ് പറയണത്. പിന്നെ പേജ് ഓഫ് കപ്സ് വന്നേക്കണത്, പേജ് ഓഫ് കപ്സ് ഉണ്ട്, വേൾഡ് കാർഡും വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ ഇപ്പൊ ഒരു വിജയത്തിന്റെ കാരണം അവർക്ക് വിജയം വരണം എന്നാണ് പറയണത് കേട്ടോ. ഒരു ജീവിതചക്രത്തിന്റെ ഒരു അവസാനത്തെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആ കാലഘട്ടം അവസാനിച്ച് നല്ലൊരു കാലം വരുന്നു എന്നാണ് പറയുന്നത്. ഏത് കാര്യത്തിലും വിജയം ഉണ്ടാവും എന്നാണ് പറയണത്. അവർക്ക് ഒരു തീരുമാനങ്ങൾ ശരിയായിരിക്കും, അവരെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഇനി ശരിയായിരിക്കും എന്നാണ് പറയണത്. ഒരു യാത്രയുടെ ഒരു യാത്രയുടെ ആദ്യ തുടക്കത്തിലേക്കാണ് നയിക്കുന്നത്. വിദേശയാത്രയ്ക്ക് ഭാഗ്യമുണ്ട്. ഒരു വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യുക, വസ്തു സംബന്ധമായ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു. വസ്തു വാങ്ങിക്കാനോ വിൽക്കാനോ ഒക്കെ ഉള്ളൊരു സമയമെന്ന് പറയണം. അല്ല, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നാണ് പറയണത് കേട്ടോ. പരിശുദ്ധമായ സ്നേഹമാണ്, നല്ല സ്നേഹം ഉണ്ടെന്ന് പറയുന്നു. പിന്നെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം ഉണ്ട് കേട്ടോ. തേർഡ് പാർട്ടി വന്നുകൊണ്ട് നിങ്ങളെ ഇട്ടിട്ട് പോയത്, എന്നാലും അവിടെ അത്ര ഹാപ്പി അല്ല. നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് മനസ്സ്, നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ് പറയുന്നത്. മനസ്സിന് നല്ല സംതൃപ്തിയും സ്വപ്നങ്ങളും നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കിട്ടും. സംതൃപ്തി, ആനന്ദം, ആവേശം ഇതെല്ലാം ഉണ്ടാവും. ഇപ്പൊ നിങ്ങളെ പറ്റിയാണ് ചിന്തിക്കുന്നത്. നിങ്ങളുടെ ബന്ധം, കുടുംബം, ജീവിതം എല്ലാം സന്തോഷം സമാധാനം നിറഞ്ഞതാവെന്ന് പറയുന്നു. നല്ല പ്രണയബന്ധങ്ങൾ പറയുന്നു. പുതിയ ബന്ധം, സന്തോഷങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ കിട്ടും. നല്ല ദാമ്പത്യം, ഹൃദയ സംതൃപ്തി, നല്ല സൗഹൃദം ഇതൊക്കെയാ പറയണത്. നിങ്ങള് സോൾമേറ്റ് ആണ് കേട്ടോ. എംപ്ലോയ്മെന്റ് സോൾമേറ്റ് ഒക്കെയാണ്. ഫാമിലി ലൈഫ് വളരെ സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റുന്നതാണ്. ഫ്യൂച്ചറിൽ നല്ലൊരു ജീവിതം ഉണ്ടാവുന്ന പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ മാരേജിന് സമയമായി എന്ന് പറഞ്ഞ് സന്തോഷകരമായ ദാമ്പത്യം, ആഘോഷം ഇതൊക്കെ നിങ്ങളിലേക്ക് വരാൻ പോകണമെന്ന് പറയണത്. പിന്നെ ഒരു പങ്കിടില്ല, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പിണങ്ങി മാറിയിരിക്കുകയാണെങ്കിൽ, കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ വരുന്നു എന്നാണ് പറയണത് കേട്ടോ. അപ്പൊ ഒരു പങ്കിടലിനെയാണ് സൂചിപ്പിക്കുന്നത്. സന്തോഷം ഭൂതകാലത്തിൽ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിങ്ങളെ കോണ്ടാക്ട് ആയിട്ടിരിക്കണം. ഇപ്പൊ ഒരു തേർഡ് പാർട്ടി വന്നപ്പോ നിങ്ങളെ ഉപേക്ഷിച്ചു, ഇനി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. അപ്പൊ വളരെ സന്തോഷാവും എന്നാണ് പറയുന്നത്. ഒരു സുഹൃത്തിന് നിങ്ങളെ തന്നെ കിട്ടിയിട്ട് വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നതാണ് പറയുന്നത്. റിലേഷൻഷിപ്പ് വീണ്ടും നന്നായിട്ട് വരാനായിട്ടൊരു സാധ്യതയാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ ജോലിയിലായാലും നല്ലൊരു കഴിഞ്ഞ കാലത്തെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പോകണമെന്നാണ് പറയുന്നത്. പഴയ എന്തെങ്കിലും തിരിച്ചു കിട്ടും. അപ്പൊ അങ്ങനെ വളരെ സന്തോഷം ഉണ്ടാവും എന്നാണ് പറയണത്. പിന്നെ ഇപ്പൊ കുട്ടികളില്ലാതിരുന്നവർക്കാണെങ്കിൽ കുട്ടികൾ ഉണ്ടാവുക, സെലിബ്രേഷൻ നടക്കാൻ പോണോ, ന്യൂ പ്രഗ്നൻസി, ഇപ്പൊ കുട്ടികൾ ഉണ്ടാവാതിരുന്നവർക്ക് പ്രഗ്നന്റ് ആവുക, നിങ്ങൾ ശരിയായ പാതയിലൂടെയാണ് ഇപ്പൊ പോണേന്ന് പറയുന്നത്. സെൽഫ് ലൈഫിലേക്ക് പോകുന്നതായി കാണുന്നു. കുട്ടികൾ ഉണ്ടാവാതിരുന്ന കുട്ടി ഉടനെ ജനിക്കാൻ പോകുന്നു പറയുന്നുണ്ട്. ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ്. ഇപ്പൊ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ലവേഴ്സ് അല്ലേ, നിങ്ങളുടെ ആളുടെ ഇതല്ലേ. അപ്പൊ നിങ്ങളെ പ്രൊപ്പോസ് ചെയ്യാനോ നിങ്ങളെ അടുത്ത് വരാനോ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ, നിങ്ങളെ വന്ന് കാണാനും നിങ്ങളെ പ്രൊപ്പോസ് ചെയ്യാനൊക്കെ സമയമായി. ഒരു വെഡിങ്ങിന് സമയമായി, റീയൂണിയൻ, ഒരു മാരേജിന് അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കാനോ വന്ന് കാണാനൊക്കെ സമയമായി എന്നാണ് പറയണത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ദയവായിട്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.